ചിക്കൻ വിഭവങ്ങളിലെ താരമാണ് ഷെസ്വാൻ ചിക്കൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഷെസ്വാൻ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള പീസുകളാണ് എടുത്തിരിക്കുന്നത്. അധികവും 2-3 പീസ് മാത്രമേ ബോണുള്ളതുള്ളൂ, ബാക്കിയൊക്കെ ബോൺലെസ് പീസുകളാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ചേരുവകൾ, ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്താലും മതി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായി ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഇതുപോലെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കണം. നമുക്കിനി ഇത് ഒരു 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ചിക്കൻ ഇപ്പോൾ 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തതിന് ശേഷം തണുപ്പ് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോ പീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം നമ്മൾ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്ത മിക്സാണിത്. അതിൻ്റെ ബാക്കി വന്നിരിക്കുന്നതാണ്. അത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വേണം. അത് നമുക്ക് എടുത്തു വയ്ക്കാം. ചിക്കൻ പീസുകൾ ഞാനിപ്പോൾ ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഒരു വശം മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോ പീസുകൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത വശം ചിക്കനിപ്പോൾ എല്ലാ സൈഡും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. പീസുകൾ ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. മാറ്റി ബാക്കി വന്ന ആ ഓയിലിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്തെടുത്ത ആ ഓയിലിലേക്ക് തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ടാക്കിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 5 ഉണക്കമുളക് നമുക്കിതുപോലെ 2ആയി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. എല്ലാം കൂടി നമുക്കൊരു 10-30 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. 30 സെക്കൻഡോളായിട്ടുണ്ട് ഇത് വഴറ്റി കൊടുത്തിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന മിക്സിലെ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇതിൽ ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഷെസ്വാൻ ചിക്കൻ ഗ്രേവി അധികം വേണ്ടാത്തവർക്ക് ഈ പാകത്തിന് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അല്ല ഗ്രേവി വേണം, നമുക്ക് പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഗ്രേവിയോട് കൂടിയാണ് ഷെസ്വാൻ ചിക്കൻ റെഡിയാക്കണത്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രേവിക്ക് വേണ്ടി കുറച്ചും കൂടിയും വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഒന്നും കൂടി നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം.
നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താക്കണ കാരണം കൊണ്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ അത് നല്ല തിക്കായിട്ട് വരും. കണ്ടോ, കാരണം ഇപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 3-4 തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ചിലർക്ക് ഇത് ഫുഡ് കളർ ചേർക്കണത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളൊരു ഫുഡ് കളർ ചേർക്കണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഞാനിതിലേക്ക് 3-4 തുള്ളി റെഡ് കളർ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഷെസ്വാൻ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഷെസ്വാൻ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. മെയിനായിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.